1982 അതായത് ഒരു 43 വർഷം മുമ്പ് വിജയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് നമ്മുടെ തൃശ്ശൂരിലുള്ള വാഴച്ചാൽ എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റിൽ വന്ന് 70 വർഷമായിട്ട് കാണാതിരിക്കുന്ന ഒരു ആമയെ തപ്പിയായിരുന്നു അവരോട് വന്നത്. ചൂരലാമ എന്ന് പറഞ്ഞൊരു ആമ. അവരെന്നെ അവിടെ വന്നിട്ട് അതിനെ കണ്ടുപിടിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഹെർപ്പറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ഇവർ കണ്ടെത്തിയ ചൂരലാമയെ പോലെ തന്നെ വളരെ നിഗൂഢമായിരുന്നു ഇവരുടെ ജീവിതവും. ചൂരലാമയെ പറ്റിയും അതിലുപരി സംഭവബഹുലമായ വിജയയുടെ ജീവിതത്തെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിലും ഞാൻ നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ കഥ ചൂരലാമയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ചൂരലാമയെക്കുറിച്ച് പഠിച്ച വിജയ ജഗന്നാഥൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഹെർപ്പറ്റോളജിസ്റ്റിനെ കുറിച്ചുമാണ്. നമുക്കറിയാലോ, ഇന്ത്യയിൽ നമുക്ക് 35 ഇനം ആമകളുണ്ട്. അതിൽ 30 ഇനം ഫ്രഷ് വാട്ടർ ടേർട്ടിൽസ് ആൻഡ് ടോട്ടോയ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നതാണ്. 5 ഇനം സീ ടേർട്ടിൽസ് എന്ന് പറഞ്ഞ സമുദ്രത്തിനടുത്ത് കാണുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും വലുപ്പമുള്ള ആമ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1000 കിലോയ്ക്ക് അടുത്ത് വലുപ്പം വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നാനോ കാറിൻ്റെ അത്രയും തന്നെ വലുപ്പം ഉള്ള ആമകളുണ്ട് നമുക്ക് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ആമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കൈക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു 10-12 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഏറ്റവും ചെറിയ ആമയായിട്ടുള്ള ചൂരലാമയുണ്ട്. അപ്പോൾ ഈ ചൂരലാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ചൂരലാമയെ കണ്ടെത്തിയത് ഏകദേശം 1912 ചാലക്കുടിക്കടുത്തുള്ള കവല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് 1906 മുതൽ 1963 വരെ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തോട്ടൊരു റെയിൽവേ പാത ഉണ്ടായിരുന്നു. ഒരു ട്രാം പാത എന്ന് പറഞ്ഞാൽ പറമ്പിക്കുളത്തു നിന്നൊക്കെ തേക്കും മറ്റുള്ള തടികളൊക്കെ വെട്ടിയിട്ട് അത് താഴെ ചാലക്കുടിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു റെയിൽപാത ഉണ്ട്. ഏകദേശം 80ലധികം കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽപാത. അപ്പോൾ ആ റെയിൽപാതയ്ക്കടുത്ത് ഇടയ്ക്ക് കവല എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഇവർ ആദ്യമായിട്ട് ഈ ആമയെ കണ്ടുപിടിച്ചിട്ടുള്ളത്. കവല എന്ന് പറയുമ്പോഴത്തേക്കിന് ഞങ്ങൾ കുറേ ഈ സ്ഥലം തപ്പിപ്പോയി. പിന്നീടാണ് മനസ്സിലായത് കവല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയത്തിനടുത്ത് ഞാൻ താമസിക്കുന്ന വീടിനടുത്തൊക്കെ 2-3 കവലകളുണ്ട്. പരുത്തുംപാറ കവല, സദനം കവല, സായിപ്പ് കവല എന്നൊക്കെ പറയുന്ന കുറേ കവലകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വഴി ഇങ്ങനെ പോകുന്നു, വേറൊരു വഴി വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിനാണ് കവല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ ഈ കവലയെന്ന് ഉദ്ദേശിച്ച്. പക്ഷേ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചാലക്കുടിയിൽ നിന്ന് 21 മൈൽ അകലെ, ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ദൂരെ കവല എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്. അവിടെ നിന്നാണ് ഇവർക്ക് ആദ്യമായിട്ട് ഈ ചൂരലാമയെ കണ്ടുകിട്ടിയത്. അപ്പോൾ ചൂരലാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറുത്. എൻ്റെ കൈക്കുള്ളിൽ തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ അത്ര സൈസേ ഉള്ളൂ. അതിൻ്റെ ഒരു ഗ്രീനിഷ് ബ്രൗൺ കളറാണ്. അതിൻ്റെ കണ്ണിനടുത്തൊക്കെ ആമയുടെ കണ്ണിനടുത്തൊക്കെ നല്ല ചുവപ്പ് നിറമുണ്ട്. അതുപോലെ തന്നെ ഈ വായുടെ അറ്റം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഹുക്ക് പോലെ താഴോട്ട് വളഞ്ഞിരിക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇതിനെ കണ്ടു കിട്ടാൻ വളരെ പാടാണ്. നമ്മൾ കാട്ടിക്കൂടെയൊക്കെ എത്ര കയറി നടന്നാലും ഇത് വളരെ ചെറുതായിരിക്കുമ്പോഴും ഇത് ഈ കരിയിലക്കിടയ്ക്കൂടെയൊക്കെയാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കിട്ടത്തില്ല. എനിക്കറിയാം, എൻ്റെ കുറേയേറെ സുഹൃത്തുക്കൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഹെർപ്പറ്റോളജി. അവരൊന്നും ഈ ആമയെ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ഇതിനെ കാണാനായിട്ട്. ഇടുക്കി വെച്ചിട്ട് അതിനെ കണ്ട സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ലീഫ് ലിറ്ററിൻ്റെ ഇടയ്ക്ക് ഈ ആമ ഇരുന്ന സമയത്ത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ നല്ല പടങ്ങളൊക്കെ എടുക്കാൻ പറ്റി. ലീഫ് ലിറ്ററിൻ്റെ അകത്തൂടൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റി. പെണ്ണാമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏകദേശം മഞ്ഞ നിറം കൂടുതലായിരിക്കും. കണ്ണിനടുത്തും വായുടെ അടുത്തും ഒക്കെ ചുവപ്പ് നിറം അത്ര പ്രോമിനൻ്റ് ആയിട്ട് കാണത്തില്ല. പെണ്ണാമയ്ക്ക് കുറച്ചുകൂടെ വലുപ്പം കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഇതിന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഈ ചൂരലാമ എൻഡമിക് ടു വെസ്റ്റേൺ ഘാട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു ആമയാണ്. അതുപോലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും മാത്രമാണ് ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ കാണുന്ന നല്ല തിക്കായിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റിലാണ്, നല്ല നിത്യഹരിത വനങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. 1912 ഈ ചൂരലാമ, അതായത് കെയിൻ ടേർട്ടിലിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ അതിനെ കണ്ടെത്തിയ സമയത്ത് അതിനിട്ടിരുന്ന ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ജിയോമിഡ സിൽവാറ്റിക്ക എന്നായിരുന്നു. അതിനുശേഷം 1979 അതിൻ്റെ ജനുസ് പിന്നെ മാറിയിട്ടുണ്ട്. ജിയോമിഡ മാറിയിട്ട് ഹോസിമസ് സിൽവാറ്റിക്ക എന്നാക്കിയിട്ടുണ്ട്. 70 വർഷത്തിന് ശേഷം വിജയ ഈ ചൂരലാമയെ വീണ്ടും കണ്ടെത്തിയപ്പോഴത്തേക്കിന് അതിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് ഹോസിമസ് സിൽവാറ്റിക്ക എന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വുമൺ ഹെർപ്പറ്റോളജിസ്റ്റ് ആയിരുന്നു വിജയ ജഗന്നാഥൻ. ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഭയജീവികളെക്കുറിച്ചും ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള, പല്ലി, പാമ്പ്, ആമകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഹെർപ്പറ്റോളജി എന്ന് പറഞ്ഞത്. നമുക്ക് വിജയ ജഗന്നാഥനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം. 1959 ചെന്നൈയിലാണ് വിജയ് ജനിച്ചത്. അച്ഛനും അമ്മയും 2 സഹോദരിമാരും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. അപ്പം കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുതൽ വിജയ്ക്ക് ജീവികളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് പാമ്പുകളോടും പല്ലികളോടും ഒക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു വിജയ. അപ്പം അവർ പഠിച്ചത് എത്തിരാജ് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിച്ചത്. ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫ്രീ ഉള്ള സമയത്ത്, ഇപ്പം സൺഡേ സാറ്റർഡേ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് മദ്രാസ് ക്രൊക്കഡൈൽ ബാങ്ക്
വളരെ ഫേമസ് ആയിട്ടുള്ള റെപ്റ്റൈൽസും കുറേയേറെ പാമ്പുകളും മുതലകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർ അവിടെ പോയിട്ട് വോളണ്ടിയറിങ് ചെയ്യും. അവർക്കൊരു 15 വയസ്സുള്ള സമയത്താണ്, 15 വയസ്സുള്ള സമയത്ത് കോളേജിൽ നിന്ന് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ പോയി മദ്രാസ് ക്രൊക്കഡൈൽ ബാങ്കിൽ പോയി വോളണ്ടറി ചെയ്യും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാമ്പിൻ്റെ കേജൊക്കെ ക്ലീൻ ചെയ്യുക, ക്രൊക്കഡൈലിന് തീറ്റ കൊടുക്കുക, അവിടെയൊക്കെ ഉള്ള കാര്യം ക്ലീൻ ചെയ്യുക, ബാക്കി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിരുന്നു. അപ്പം കോളേജിലെ പഠനം കഴിഞ്ഞ സമയത്ത് തന്നെ അവർ ഈ മദ്രാസ് ക്രൊക്കഡൈൽ ബാങ്കിൽ ഒരു ഫുൾ ടൈം ജോലിക്കാരിയായിട്ട് കയറി. അവർ കയറിയ സമയത്ത് തന്നെ ആ സമയത്ത് അവിടെ കുറേയേറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യയിലെ സ്നേക്ക് മാൻ എന്നറിയപ്പെടുന്ന റോമലസ് വിട്ടേക്കർ, അദ്ദേഹമായിരുന്നു അതിൻ്റെ ഫൗണ്ടർ. അതുപോലെ തന്നെ മറ്റൊരു ഫൗണ്ടറായിട്ടുള്ള സായി വിട്ടേക്കർ, അവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ സതീഷ് ഭാസ്കർ എന്ന് പറഞ്ഞ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആമകളെ, സീ ടേർട്ടലിനെ കുറിച്ച് പറഞ്ഞ് കടലാമകളെ കുറിച്ച് പഠിച്ച സതീഷ് ഭാസ്കർ ആ സമയത്തുണ്ട്, ബ്രണ്ട ഭാസ്കർ, ഇവരൊക്കെ അവിടെ ഉള്ള സമയമാണ്. അപ്പം റോമലസ് വിട്ടേക്കർ ആ സമയത്ത് കൂടുതലായിട്ട് പാമ്പുകളും മുതലകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയുള്ള ജീവികളെക്കുറിച്ചും പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമകളെക്കുറിച്ചും പല്ലികളെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് ആൾക്കാരെ വിടണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം റോം പറഞ്ഞു സതീഷ് എന്തായാലും കടലാമകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലുള്ള ബാക്കി ആ സമയത്ത് 28 സ്പീഷീസ് ഫ്രഷ് വാട്ടർ ടേർട്ടിൽസും ടോട്ടോയ്സുമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മുഴുവൻ ചുമതല ഈ വിജയ്ക്ക് കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ആമകളെക്കുറിച്ച് മൊത്തം പഠിക്കുക എന്നുള്ളതാണ്. ഇവർ ആ സ്നേക്ക് പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേയേറെ പബ്ലിക്കേഷനൊക്കെ നടത്തിയ ആദ്യത്തെ 1980കളിൽ അവിടെ ഉണ്ടായിരുന്ന മഗർ ക്രൊക്കഡൈൽ, അതിൻ്റെ ബ്രീഡിംഗ് ബയോളജിയെക്കുറിച്ച് അവർ ഒരു 17ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു അവരൊരു പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന സോഫ്റ്റ് ടേർട്ടിൽ, നമ്മുടെ നാട്ടിൽ വെള്ളാമെന്ന് പറഞ്ഞൊരു ആമയില്ലേ, ആ ആമയെക്കുറിച്ച് അവർ അതിൻ്റെ ബ്രീഡിംഗ് ബയോളജിയൊക്കെ മൊത്തം പഠിച്ചിട്ട് അതിൻ്റെ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഇവർ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്തു ഈ ആമകളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ. പല സമയത്ത് പ്രത്യേകിച്ച് ഈ ചമ്പൽ പോലുള്ള നദികളിലും ആസാമിലുള്ള പല സ്ഥലങ്ങളിലും വെസ്റ്റ് ബംഗാളിലൊക്കെ ആമകൾ കൂടുതലായിട്ട് കാണുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ആമകളെ പഠിക്കാനായിട്ട് അവർ ശ്രമിച്ചു. ചമ്പൽ കാടുകളിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട് ഇവർ. മെയിനായിട്ട് ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ഹൗറ എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്. ഹൗറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഫിഷ് മാർക്കറ്റും ഈ മീറ്റ് മാർക്കറ്റും ഉണ്ട്. ആ സമയത്തൊക്കെ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും, പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒറീസയിൽ നിന്നും അങ്ങനെ പല സംസ്ഥാനത്തു നിന്നും ആൾക്കാരൊക്കെ വലിയ ആമകളൊക്കെ പിടിച്ചിട്ട് ഈ ഹൗറ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മളവർക്ക് ആമകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആമകളൊക്കെയാണ്. അപ്പം പ്രത്യേകിച്ച് സെൻട്രൽ ഇന്ത്യയിലെ കാണുന്ന വലിയ ആമകളൊക്കെ ഉണ്ട്. ഇപ്പം ഗാൻജറ്റിക് സോഫ്റ്റ് ടേർട്ടിൽ എന്ന് പറഞ്ഞ ആമയും ഇന്ത്യൻ സോഫ്റ്റ് ടേർട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിപ്പമുള്ള ആമകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആമയൊക്കെ ആൾക്കാർ അവിടെ നിന്ന് പിടിച്ചിട്ട് അതിനെ കൂട്ടിലൊക്കെ ആക്കിയിട്ട് അവർ നേരെ ഈ കൽക്കട്ടയിൽ കൊണ്ടുവന്ന് ഹൗറ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ട് ഇവർ കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം 1,00,000-ലധികം ആമകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വിൽക്കുന്നതായിട്ട് കണ്ടെത്തി. അതുപോലെ തന്നെ ഒലീവ് റിഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആമയുണ്ട്, കടലാമ. അത് കൂട്ടമായിട്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആമകളൊക്കെ ഒരുമിച്ച് കടലിൽ നിന്ന് വന്ന് പെണ്ണാമകളൊക്കെ മുട്ടയിടാൻ വേണ്ടിയിട്ട് കടലിൻ്റെ ബീച്ചിലൊക്കെ വരും. ആ സമയത്തൊക്കെ ആൾക്കാർ ഈ ആമകളെ പിടിച്ച് തിന്നുന്നതായിട്ട് അവർ കണ്ടെത്തി. പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലെ ഡിങ്ക എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ടായിരുന്നു. 1980കളിൽ അവിടെ ആൾക്കാരൊക്കെ കൂട്ടമായിട്ട് ഈ ആമകളെ പിടിക്കും, അതിനെ കൊന്നു തിന്നുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അവിടെ പോയിട്ട് ഇതിൻ്റെയൊക്കെ കുറേയേറെ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ സമയത്ത് ഇന്ത്യ ടുഡേയുടെ മാഗസിനിൽ ഇവർ ഈ പടങ്ങളൊക്കെ അച്ചടിച്ച് വന്നു. ഈ പടങ്ങൾ അച്ചടിച്ച് വന്നപ്പോഴത്തേക്കിന് ഇത് വളരെ നാഷണൽ ന്യൂസായി. ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. ഈ ആമകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നതും ഇതിനെ വിൽക്കുന്നതൊക്കെ നിരോധിച്ചു. അതോടൊപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന കോസ്റ്റ് ഗാർഡ്, നമുക്കറിയാം, നമുക്ക് കോസ്റ്റ് ഗാർഡ് നമ്മുടെ സമുദ്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, അവരോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നിങ്ങൾ ഏതെങ്കിലും ആൾക്കാർ ഫിഷർമാനൊക്കെ പ്രത്യേകിച്ച് കടലിൽ നിന്ന് വലിയ ആമകളൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കൃത്യമായിട്ട് സീസ് ചെയ്യും, അങ്ങനെ ചെയ്യുന്ന തടയാൻ വേണ്ടിയിട്ട് അവർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതിപ്പോഴും നമ്മുടെ കോസ്റ്റ് ഗാർഡ്സ് അവർ പാലിക്കുന്നുണ്ട്. ആമകളെ പിടിക്കുന്നതൊക്കെ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് വിജയ് എടുത്ത് ഈ ഫോട്ടോസൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അപ്പം ഈ വിജയുടെ കഥ ചെയ്യുന്ന സമയത്ത് ഞാൻ റോമലസ് വിട്ടേക്കറിനൊക്കെ ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് വിജയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട്, കുറച്ച് ഇവർ എടുത്ത ഫോട്ടോസ്, എന്തെങ്കിലും ഫോട്ടോസൊക്കെ അയച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പം റോമലസ് വിട്ടേക്കർ എനിക്ക് കുറേയേറെ അവരെടുത്ത ഫോട്ടോസും അന്ന് ഈ ഡിങ്ക ബീച്ചിൽ ഇവർ ഈ ആമകളെ കൊന്നു തിന്നുന്നതും ആമകളെ പിടിച്ചിട്ട് സൈക്കിളെ വെച്ചിട്ട് യാത്ര ചെയ്യുന്ന വിജയ് എടുത്ത കുറേയേറെ ഫോട്ടോസൊക്കെ എനിക്ക് റോമലസ് വിട്ടേക്കർ അയച്ചു തന്നു. അതൊക്കെ പടങ്ങളൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ വിജയ് ഇങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലത്തും പോയി ആമകളെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് 1982 റോമലസ് വിട്ടേക്കർ പറയുന്നത്, ഒരു 10-70 വർഷമായിട്ട് ആരും കാണാത്ത ഒരു ആമയുണ്ട് കേരളത്തിലെ വാഴച്ചാലിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ആമയുണ്ട്, ചൂരലാമ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൊച്ചിൻ ഫോറസ്റ്റ് കെയിൻ ടേർട്ടിൽ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതിന് ഇതുവരെ ആരും കണ്ടിട്ടില്ല കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രോജക്റ്റ് വിജയ്ക്ക് കൊടുത്തു. അപ്പോൾ വിജയ് ചെന്നൈയിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വണ്ടി കയറി ട്രെയിനിലാണ് വരുന്നത്. അപ്പം അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തൊക്കെ അവരെ പെൺകുട്ടികളായിരുന്ന സമയത്ത് അവരെ കളിയാക്കലും ഒക്കെ ഉള്ള സ്വഭാവം ഉണ്ട് ആ സമയത്തൊക്കെ. അപ്പം ഇവരെന്താ ചെയ്യുന്നവർ, ഇവർ മുടിയൊക്കെ വെട്ടിയിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു ആൺകുട്ടിയെ പോലൊക്കെ ഇരിക്കും, മുടിയൊക്കെ വെട്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത്.
അപ്പോൾ അവർ വന്ന സമയത്ത് അവർക്ക് അധികം ഇൻഫർമേഷൻ ഒന്നുമില്ല. കവല എന്ന് പറഞ്ഞൊരു സ്ഥലം, ചാലക്കുടിയിൽ നിന്ന് 21 മൈൽ സഞ്ചരിച്ച് ഏകദേശം 30 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കവല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചാണ് ഈ ആമയെ 1912 കണ്ടെത്തിയത്. അതിനുശേഷം ഇതിനെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഇവർ തൃശ്ശൂർ വന്നിറങ്ങി ചാലക്കുടിയിലെത്തി, ചാലക്കുടിയിൽ നിന്ന് ഇവർ 10-30 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴത്തേക്കിന് അവരവിടെ ഒരു തനത് ഗോത്രവിഭാഗത്തിലുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, കാടർ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെയുള്ള മൂപ്പനെ പോയിട്ട് കണ്ടു. അപ്പോൾ മൂപ്പൻ്റെ പേര് ചന്ദ്രനായിരുന്നു. അവർ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അത് ഈ ആമയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ആമ, അവിടെ 2 ആമയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 ആമയെന്ന് ഒന്ന് ചെറിയ മഞ്ഞ നിറം കൂടിയ വലിപ്പമുള്ള ആമ, അവർ ആ ആമയെ പിടിക്കുകയും ഭക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ 2ാമത്തെ ആമയെ അവർ കണ്ടിട്ടുണ്ട്, പക്ഷേ അപൂർവമായിട്ട് അത് കാണാറുള്ളൂ എന്ന് പറഞ്ഞു. അവർ ഈ വിജയെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഏറ്റു. അപ്പോൾ വിജയും ഇവരോട് പോയിട്ടാണ് 1982 ജൂലൈ മാസത്തിൽ പോയിട്ട് ഈ കൊച്ചിൻ ഫോറസ്റ്റ് കെയിൻ ടേർട്ടിൽ അഥവാ ചൂരലാമയെ ഇവർ കണ്ടുപിടിക്കുന്നു. അതൊരു റീഡിസ്കവറി ആയിരുന്നു 70 വർഷത്തിന് ശേഷം. അപ്പോൾ ലോകം മുഴുവൻ ഈ വാർത്ത അറിഞ്ഞു, അത് ഇവർ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തു ഇതിനെക്കുറിച്ചൊക്കെ. അതിനുശേഷം അവർ പിന്നീട് ഈ ചൂരലാമയെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ വാഴച്ചാൽ വന്നു. അപ്പോൾ ആനപ്പന്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിനടുത്താണ് ഇവർ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം. അവിടുന്ന് ഏകദേശം 2 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ വലിയൊരു നദിയുണ്ട്. ആ നദിയുടെ തൊട്ട് മേളിലായിട്ട് ഒരു ഗുഹയുണ്ട്. ഈ ഗുഹയ്ക്കകത്ത് താമസിച്ചിട്ടാണ് ഇവർ ഒറ്റയ്ക്ക്, ഒന്ന് ഓർത്ത് നോക്കണം, ആ സമയത്ത് ഏകദേശം 10-40 വർഷം മുമ്പ് ഒരു പെൺകുട്ടി ഒരു ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് ഈ ആമകളെ പഠിക്കാനായിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ കുറേയേറെ ആർട്ടിക്കിളൊക്കെ വായിച്ചു നോക്കി. ആ സമയത്ത് മനസ്സിലായത് സായി വിട്ടേക്കർ എന്ന് പറഞ്ഞ, ആ സമയത്ത് മദ്രാസ് ക്രൊക്കഡൈൽ ബാങ്കിൻ്റെ ഒരു ഫൗണ്ടറായിട്ടുള്ള സായി വിട്ടേക്കറും ബ്രണ്ട ഭാസ്കർ എന്നൊക്കെ പറഞ്ഞ 2 ലേഡീസ്, ഇവർ ഈ വിജയ് എന്താ അവിടെ പഠിക്കുന്നത് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവർ 1984 അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഇവർ ഈ 2 മണിക്കൂർ നടക്കണം, 2 മണിക്കൂർ ഏകദേശം 20 മണിക്കൂർ നടക്കുന്ന അത്ര ടയറിംഗ് ആയിട്ടുള്ള വോക്കാണ്. ഇവരവിടെ ചെന്നിട്ട് ഈ വിജയ് പഠിക്കുന്ന സ്ഥലമൊക്കെ കണ്ട് പിടിച്ചു. അപ്പോൾ അവരൊരു കേവിൻ്റെ അകത്ത് താമസിക്കുന്നു, അവരെ തന്നെ കുക്ക് ചെയ്യുന്നു. അവരുടെ പഠിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്രിഡൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്, വളച്ചു കെട്ടിയ സ്ഥലം. അവിടെയൊക്കെ നിന്നൊരു ബ്രണ്ടാഭാസ്കറും ഈ വിജയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം, ഏകദേശം 10-40 വർഷം മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോ ഒക്കെ. എന്തായാലും അവർ പഠിക്കുന്ന സമയത്ത് കുറേയേറെ ആമകളെ അവർക്കവിടെ കാണാൻ പറ്റി. ഞാൻ പറഞ്ഞ ഈ മഞ്ഞ കളറുള്ള ആമയെന്ന് പറയുന്നത് ട്രാവൻകൂർ ടോട്ടോയ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ആമയാണ് ട്രാവൻകൂർ ടോട്ടോയ്സ്. അതുപോലെ തന്നെ കൊച്ചിൻ ഫോറസ്റ്റ് കെയിൻ ടേർട്ടിൽ അഥവാ ചൂരലാമ എന്ന് പറഞ്ഞാൽ വളരെ വലുപ്പം കുറഞ്ഞ ഒരു ആമയാണ്. ഈ 2 ആമകളെക്കുറിച്ചും വിജയ് അതിനെക്കുറിച്ച് പഠനം തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കറിയാലോ, ഇപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ജീവികളെക്കുറിച്ച് പഠനം നടത്തണമെങ്കിൽ, പ്രത്യേകിച്ച് കാട്ടിലൊക്കെ ഉള്ള ജീവികളൊക്കെ ആണെങ്കിൽ റേഡിയോ ടെലിമെട്രി ഉപയോഗിക്കാം. ഏതെങ്കിലും ചിപ്പൊക്കെ അതിൻ്റെ ദേഹത്ത് ഘടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എവിടെയൊക്കെ ഇത് മൂവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലത്ത് ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ടെക്നിക്കുകളൊന്നുമില്ല. 10-40 വർഷം മുമ്പാണ്. അന്ന് അതിനുള്ള ഫണ്ടിങ് ഒന്നുമില്ല. ഇപ്പോൾ വിജയ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൂരലാമയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ദേഹത്ത് എറാഡലൈറ്റ് കൊണ്ടൊക്കെ പശ കൊണ്ട് വലിയ നീളത്തിലുള്ള നൂല് കെട്ടിവിട്ടിട്ട് അവർ അതിൻ്റെ പുറകെ പോകും. ഈ ആമയൊക്കെ പിറ്റേ ദിവസം പോകുമ്പോൾ ഈ ആമ എവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട് അതിനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടൊക്കെ ഇവർ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കുറേയേറെ വിവരം കിട്ടി. ഏകദേശം 125-ലധികം ആമകൾ അവരിങ്ങനെ ടാഗ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റി. ഒന്ന് ഓർത്ത് നോക്കണം, ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൽ പശ്ചിമഘട്ടത്തിലൊക്കെ കുറേയേറെ ഹെർപ്പറ്റോളജിസ്റ്റുകളുണ്ട്, എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. അവരൊക്കെ വർഷങ്ങളായിട്ട് കാട്ടിൽ കയറുന്നവരുണ്ട്. അവരൊക്കെ ഇന്നവരെ ഇതിനെ കാണാൻ പറ്റാത്തവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഓർത്തുക, ആ സമയത്ത് 10-40 വർഷം മുമ്പ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്കൊരു കാട്ടിൽ താമസിച്ചിട്ട് ഈ ആമകളെക്കുറിച്ച് മൊത്തം പഠിക്കുക, അതിൻ്റെ ബയോളജിയും ബ്രീഡിങ്ങും അതെങ്ങനെയാണ് അതിൻ്റെ ഹോം റേഞ്ചും എല്ലാം ഇവർ മനസ്സിലാക്കി എന്നുള്ളത് തന്നെ വളരെ ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു പഠനം തന്നെയായിരുന്നു അവരവിടെ നടത്തിയിരുന്നത്. വിജയ് ചൂരലാമയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറേയേറെ പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ആമയാണെന്ന്. പക്ഷേ അതിനുശേഷം ഇവർ കൂണുകൾ കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി, വണ്ടുകളെ പിടിച്ച് തിന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കി, ഒച്ചുകളെ പിടിച്ച് തിന്നുന്നുണ്ടാക്കി, തേരട്ടെ പിടിച്ച് കഴിക്കുന്നുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങ് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മുതൽ അഗുംബെ വരെ ഇതിനെ കണ്ടെത്തുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കാരണം ഇവർ കുറേ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഈ പശ്ചിമഘട്ടത്തിൻ്റെ പല കാടുകളിലൊക്കെ അവിടെയൊക്കെ പോയിട്ട് പല സ്ഥലത്തും ഈ ചൂരലാമയുണ്ടെന്നുള്ള വൈഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കി. അതേസമയം തന്നെ ഇവരുടെ ഈ പഠനങ്ങളും ഈ ഡിസ്കവറിയൊക്കെ ഇവരെ ഒരു വളരെ ഇൻ്റർനാഷണലി ഇങ്ങനെ ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. കുറേയേറെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ ആമകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ പഠനങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് US-ലുള്ള ഡോക്ടർ എഡ് മോൾ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഈ ആമകളെക്കുറിച്ചൊക്കെ വളരെയധികം പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഈ മദ്രാസ് ക്രൊക്കഡൈൽ ബാങ്കിൽ വന്ന സമയത്ത് വിജയോട് പറഞ്ഞു, എന്തായാലും നീ ഡിഗ്രി മാത്രം പഠിച്ചിട്ടുള്ളൂ, നീ നിൻ്റെ MSc കൂടെ ചെയ്യണം, MSc ചെയ്തതിന് ശേഷം നീ PhD ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നീ അമേരിക്കയിലോട്ട് വരികയാണെങ്കിൽ നിനക്ക് എൻ്റെ കീഴിൽ MSc ചെയ്യുകയും ചെയ്യാം, അതിനുശേഷം നിങ്ങൾക്ക് PhD ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം വിജയ് ഓർത്ത് എന്തായാലും അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ട് അവർ ആ കാര്യം അക്സെപ്റ്റ് ചെയ്തു. 1984 സെപ്റ്റംബർ മാസത്തിൽ വിജയ MSc പഠിക്കാൻ വേണ്ടിയിട്ട് US-ലോട്ട് പോയി. ഒരു ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. അവിടെ ഡോക്ടർ എഡ് മോൾ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിൻ്റെ കീഴിലായിരുന്നു അവർ MSc ചെയ്യാനായിട്ട് പോയത്.
അവിടെ പോയ സമയത്ത് അവർക്ക് കുറേയേറെ മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ അമ്മയ്ക്ക് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, ചിത്തവിഭ്രാന്തി ഉള്ളവരായിരുന്നു. അതിൻ്റെ സിംറ്റംസ് ഒക്കെ വിജയും കാണിച്ചു തുടങ്ങി. അപ്പം അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വിജയുടെ സഹോദരി പറഞ്ഞു പഠിത്തമൊക്കെ നിർത്തിയിട്ട് നേരെ ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞിട്ടും ഇവർ ഈ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങി, ഈ രോഗം ഇവരിൽ വർദ്ധിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് വിജയുടെ അച്ഛൻ പറഞ്ഞു നമുക്ക് കുറേ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണാൻ പോകാം എന്നൊക്കെ പറഞ്ഞു. അവർ കൊണ്ട് കുറേ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഷോക്ക് അടുപ്പിക്കുന്ന ഒരു ചികിത്സ മാത്രമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അവരുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മോളെ ഷോക്ക് അടുപ്പിച്ച് ചികിത്സയൊന്നും ചെയ്യിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതിന് പകരം കുറേയേറെ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിച്ചു. പക്ഷെ അവിടെ നിന്നൊന്നും ഇതൊരു സക്സസ് ആയിട്ടില്ല. ആ രോഗം പിന്നീട് തുടർന്നു. അങ്ങനെ 1987 ഒരു ദിവസം വിജയെ കാണാതായി. എല്ലാവരും പല സ്ഥലത്തും തപ്പിയിട്ടൊന്നും വിജയെ കാണുന്നില്ല. 3 മാസത്തിന് ശേഷം ചെന്നൈക്കടുത്തുള്ള ഗിണ്ടി നാഷണൽ പാർക്കിൽ ഒരു കാട്ടിൽ കുറേ അസ്ഥിപഞ്ജരം കിട്ടി. അത് വിജയുടെ ആയിരുന്നു. പിന്നീട് ഫോറൻസിക് എവിഡൻസ് കൺഫേം ചെയ്ത് ഇത് വിജയുടെ അസ്ഥി തന്നെയായിരുന്നു എന്ന്. അപ്പോൾ അവർ മരിക്കുമ്പോൾ അവർക്ക് 28 വയസ്സ് പ്രായമായിരുന്നു. അപ്പോൾ 28 വയസ്സിനുള്ളിൽ കുറേയേറെ പഠനങ്ങൾ നടത്തുകയും 7 വർഷമായിട്ട് കാണാതിരുന്ന ഒരു ആമയെ റീഡിസ്കവർ ചെയ്യുകയും കുറേയേറെ ക്രൊക്കഡൈൽസിനെ കുറിച്ചും അല്ലാത്ത പല ആമകളെക്കുറിച്ചും ഒക്കെ ഒരു പഠനം നടത്തിയിട്ട് ഒരു 10-40 പേപ്പറുകളൊക്കെ പബ്ലിഷ് ചെയ്ത ഒരു മഹത്തായ ജീവിതം നയിച്ച ഒരു ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഹെർപ്പറ്റോളജിസ്റ്റ് ആയിരുന്നു ഈ വിജയ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഏകദേശം 20 വർഷത്തിന് ശേഷം 2006 കുറേയേറെ സയൻറ്റിസ്റ്റുകൾ കൂടിയിട്ട് ഈ ചൂരലാമയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു. അവർ പഠിച്ചപ്പോഴത്തേക്കിന് ജനറ്റിക്കൽ എവിഡൻസും ഒക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കിന് അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഒരു വേറെ ജനിസിൽപ്പെട്ട ഒരു ആമയെന്ന് മനസ്സിലായി. ഹോസിമസ് എന്ന് പറഞ്ഞൊരു ജനിസിൽപ്പെട്ടതല്ല, ഇത് വേറെ തന്നെയാണ്. അപ്പോൾ അവരെല്ലാം കൂടി ഡിസൈഡ് ചെയ്തിട്ട് ഈ ആമക്കിട്ട പേരെന്ന് പറഞ്ഞ് വിജയാചലിസ് എന്ന വിജയ എന്നുള്ള ഈ ആമകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച വിജയുടെ പേരിലാണ് ഈ ചൂരലാമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ പേര് വിജയാചലിസ് എന്നാണ്. അതൊരു മോണോട്ടിപ്പിക് ജീനസാണ്. മോണോട്ടിപ്പിക് ജീനസ് എന്ന് പറഞ്ഞാൽ ആ ജനസിൽ വേറെ ആമകളൊന്നുമില്ല, ആ ആമ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു ചൂരലാമയെക്കുറിച്ചും ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഹെർപ്പറ്റോളജിസ്റ്റ് ആയിട്ടുള്ള വിജയെക്കുറിച്ചുള്ള കഥകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.